ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2022 CHSL എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പഠിക്കാൻ വേണ്ടി റെഡി ആണല്ലോ? ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഈസ് ഫേമസ്ലി നോൺ ആസ് സിത്താർ മാസ്ട്രോ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സിത്താർ മാസ്ട്രോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ സിത്താർ മാസ്ട്രോ എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പണ്ഡിറ്റ് രവിശങ്കറിനെയാണ് കേട്ടോ. പണ്ഡിറ്റ് രവിശങ്കർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് 2022 CHSL എക്സാമിനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിത്താർ മാസ്ട്രോ എന്നറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് രവിശങ്കറിനെയാണ്. 2021 CHSL എക്സാമിന്, ഓക്കെ, 2021 CHSL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി എന്താണ്? പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് മൈ മ്യൂസിക്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്ത്? മൈ ലൈഫ് മൈ മ്യൂസിക് എന്നുള്ളത്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. 2022 CGL ചോദിച്ച ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഗുരു ഓഫ് പണ്ഡിറ്റ് രവിശങ്കർ? പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണ്? അതിന് ആൻസർ അലാവുദ്ദീൻ ഖാൻ ആണ് കേട്ടോ. ആരാണ് ആൻസർ? അലാവുദ്ദീൻ ഖാൻ. 2022 CGL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ല, 2022 2022 MDS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. 1967 ഓക്കെ, വർഷം എന്താണ്? 1967 പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്നുണ്ട് കേട്ടോ. എന്ത് അവാർഡാണ്? ഗ്രാമി അവാർഡ് 1967 ആർക്ക് ലഭിക്കുന്നു? പണ്ഡിറ്റ് രവിശങ്കറിന് ലഭിക്കുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആൽബം ഏതാണ്? അതാണ് 2022 MDSന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്നുള്ള ആൽബത്തിനാണ് കേട്ടോ. വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. അതുപോലെ തന്നെ 2022 2022 CPOയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. 2022 CPOയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അതെന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1999 ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 1999 ഓർമ്മയുണ്ടല്ലോ? അപ്പൊ നോക്കേ, ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണക്റ്റഡ് ഫാക്റ്റുകൾ കണ്ടോ. ഒരാളെ ബേസ് ചെയ്ത് ഈ 2022 തന്നെ അയാളെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഇനി എന്ത് ചെയ്യും? ഇനി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറിനെ ബേസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകരുത്. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് തരാം. സിത്താർ മാസ്ട്രോ എന്നറിയപ്പെടുന്ന ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ. അല്ലെങ്കിൽ പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി പറയുക സിത്താർ. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക മൈ ലൈഫ് മൈ മ്യൂസിക് എന്നുള്ളതാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1999 പണ്ഡിറ്റ് രവിശങ്കറിന് 1967 ഗ്രാമി അവാർഡ് ലഭിക്കുന്നു. ആ ആൽബത്തിന്റെ പേരാണ് വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്നുള്ളത്. അതിനുശേഷം പിന്നീട് പറഞ്ഞ പോയിന്റ് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആയിരുന്നു ആര്? അലാവുദ്ദീൻ ഖാൻ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ പഠിക്കുമ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാം പഠിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കൈഗോംബ, the largest center of Buddhist learning in the Western Himalayas, is situated in the state or union territory of? കൈഗോംബ. കൈഗോംബ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൈഗോംബ അല്ലെങ്കിൽ എന്താ പറയും, കീ മൊണാസ്റ്ററി എന്നും കണ്ടിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള കുറച്ച് മൊണാസ്റ്ററീസ് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മൊണാസ്റ്ററീസ് ഞാൻ പറഞ്ഞുതരാം, അതുകൂടി നോട്ട് ചെയ്യുക.
ഓക്കെ, അതില് റംതക് മൊണാസ്ട്രി ആൻഡ് ഫൊഡങ് മൊണാസ്ട്രി. ഓക്കെ, ഏതൊക്കെയാണ്? റംതക് മൊണാസ്ട്രി ആൻഡ് ഓൾസോ ഫൊഡങ് മൊണാസ്ട്രി. ഇത് രണ്ടും എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ് കേട്ടോ. റംതക് മൊണാസ്റ്ററിയും ഫൊഡങ് മൊണാസ്റ്ററിയും എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ്. റംതക് മൊണാസ്ട്രിയും ഫൊഡങ് മൊണാസ്ട്രിയും എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ്. പിന്നീട് ഓർക്കേണ്ട കാര്യം, കർഡങ് മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കീ മൊണാസ്റ്ററി, ഇത് മൂന്നും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആൻസർ ഹിമാചൽ പ്രദേശിലാണ്. ദെൻ തവാങ് മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശിലാണ്. ഗം മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗം മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന രണ്ടെണ്ണം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. നംഡ്രോലിംഗ് മൊണാസ്റ്ററി കേട്ടോ, നംഡ്രോലിംഗ് മൊണാസ്റ്ററി. എന്താണ്? നംഡ്രോലിംഗ് മൊണാസ്റ്ററി. ഈ നംഡ്രോലിംഗ് മൊണാസ്റ്ററിയുടെ മറ്റൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ഓക്കെ, നംഡ്രോലിംഗ് മൊണാസ്റ്ററി അല്ലെങ്കിൽ നംഡ്രോലിംഗ് മൊണാസ്റ്ററിയുടെ വേറൊരു പേരാണ് എന്ത്? ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ഓക്കെ, അപ്പോ നംഡ്രോലിംഗ് മൊണാസ്റ്ററി അല്ലെങ്കിൽ ബൈലക്കുപ്പെ മൊണാസ്റ്ററി, നംഡ്രോലിംഗ് മൊണാസ്റ്ററി അല്ലെങ്കിൽ ബൈലക്കുപ്പെ മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ എവിടെയാണ്? കർണാടകയാണ്. ഓക്കെ, നംഡ്രോലിംഗ് മൊണാസ്റ്ററി അല്ലെങ്കിൽ ബൈലക്കുപ്പെ മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ കർണാടക. ഇത് ഇത്രയും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് റംതക് മൊണാസ്ട്രിയും ഫൊഡങ് മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ്. കാർഡങ് മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കീ മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ ഹിമാചൽ പ്രദേശില്. തവാങ് മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശില്. ഗം മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലും. ദെൻ നംഡ്രോലിംഗ് മൊണാസ്ട്രിയുടെ വേറൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. അതെവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്തുവാണ്? കർണാടകയുമാണ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ കൈഗോംബെ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. ക്ലിയർലി ഓർത്തിരിക്കാലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ വിച്ച് ഇയർ വാസ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ചെയ്ത വർഷം എന്നാണ്? ഇന്ത്യയിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ചെയ്തത് ഏത് വർഷമാണ്? അതിന് ആൻസർ ഇന്ത്യയിലെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കുന്ന വർഷം 1961 കേട്ടോ. ഇന്ത്യയിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ചെയ്യുന്ന വർഷം 1969 ഞാനൊരു 3 ആക്ടുകൾ അല്ലെങ്കിൽ 3 to 5 ആക്ടുകളിലൂടെ ഇതിനെ ബേസ് ചെയ്ത് പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെക്കുക. വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട് കേട്ടോ. വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട്. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട്. വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 1974 അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട് കേട്ടോ. എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട്. എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട്. ഓക്കെ, എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട്. എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ആക്ട് അത് 1981 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് 1986 ഇത് കൂടാതെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2010 ഓക്കെ. ദെൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട്. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട് അതെന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2006 കേട്ടോ.
ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട് ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അത് 2000 ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2006 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് മറക്കല്ലേ, എന്നാണ് 1961 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ 1974 എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ 1981 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിൽ 1986 ദെൻ ഓൾസോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് ആണെങ്കിൽ 2010 അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് എന്തായിരുന്നു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്സ് ഏത് വർഷമായിരുന്നു അത് 2006 ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന കണ്ടോ ഈ വർഷം 1954 ഒരു പ്രത്യേകതയുണ്ട്, ഓർമ്മ വരുന്നുണ്ടോ? 1954 പ്രത്യേകത നമ്മുടെ ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്, അത് 1954 ഓക്കെ, ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്, അത് 1954 ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1982 എഗെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, നബാർഡ് ഫോം ചെയ്യുന്ന വർഷം. ഓക്കെ, നബാർഡ് ഫോം ചെയ്യുന്ന വർഷം എന്നാണ്, അത് 1982 ആ 2 വർഷം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണെങ്കിൽ 1961 നബാർഡ് ഫോം ചെയ്യുന്ന വർഷം 1982 ദെൻ ഓൾസോ 1954 ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 4th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 4th ക്വസ്റ്റ്യൻ നോക്കാം. നീലിമ പെർഫോംസ് കൽബേലിയ ഡാൻസ് ഫോം which state does this dance form belongs to? ഓക്കെ, അപ്പോൾ നീലിമ ഇവിടെ ഡയറക്റ്റ്ലി ആ ഡാൻസ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം അത്ര തവണ ഞാൻ തന്നെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് കൽബേലിയ ഡാൻസ് എവിടെയാണെന്ന്. കൽബേലിയ ഡാൻസ് നമുക്കറിയാം രാജസ്ഥാനിൽ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു അഡീഷണൽ പോയിന്റ് കിട്ടുന്നുണ്ട്. നീലിമ പെർഫോം ചെയ്യുന്ന ഡാൻസ് അല്ലെങ്കിൽ നീലിമ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാലോ, നീലിമ പെർഫോംസ് കൽബേലിയ ഡാൻസ് ഫോം. ഓക്കെ, അപ്പോ കൽബേലിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ കൽബേലിയ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയാം, രാജസ്ഥാൻ എന്നറിയാം. കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് കൽബേലിയ ഡാൻസ് ഫോമിനെയാണ് സ്നേക്ക് ഡാൻസ് എന്നും, അതുപോലെ തന്നെ ഒരു തവണ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വന്നിരുന്നത് കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സപ്പേറ ഡാൻസ് കേട്ടോ. കൽബേലിയ ഡാൻസ് ഫോമിനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സപ്പേറ ഡാൻസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് കൽബേലിയ ഡാൻസിനെയാണ്. ഓക്കെ, സപ്പേറ ഡാൻസ് എന്ന് അറിയപ്പെടുന്ന ഡാൻസ് ഫോം ഏതാണ്, കൽബേലിയ ഡാൻസ് ആണ്. കൽബേലിയ ഡാൻസിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്, എന്താണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്, ഇതിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയ വർഷം. തൊട്ടു മുന്നേ പറഞ്ഞു നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് എന്നാണ്, അത് 2010 ആ 2010 തന്നെയാണ് കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡേവിസ് കപ്പ് ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്. അപ്പൊ ഡേവിസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഡേവിസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡേവിസ് കപ്പ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ് വാൾക്കർ കപ്പ് കേട്ടോ, വാൾക്കർ കപ്പ്, അതുപോലെ റൈഡർ കപ്പ്. ഓക്കെ, രണ്ടും ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വാൾക്കർ കപ്പ് അതുപോലെ തന്നെ റൈഡർ കപ്പ്. ഇത് രണ്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അറിയാമോ, ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാൾക്കർ കപ്പും റൈഡർ കപ്പും ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. എസ്രാ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, പോളോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. എസ്രാ കപ്പ് പോളോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വാൾക്കർ കപ്പും റൈഡർ കപ്പും ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി ഹോൾക്കർ ട്രോഫിയോ, ഹോൾക്കർ ട്രോഫി, വാൾക്കർ കപ്പ് ഗോൾഫ് ആണെങ്കിൽ ഹോൾക്കർ ട്രോഫി. ഓക്കെ, ഹോൾക്കർ ട്രോഫി. വാൾക്കർ കപ്പ് ഗോൾഫ് ആണെങ്കിൽ
ഹോൾക്കർ ട്രോഫി ബ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഹോൾക്കർ ട്രോഫി ബ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെർബി ട്രോഫി, ഓക്കെ, ഡെർബി ട്രോഫി അത് ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം റീസെന്റ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡെർബി ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ ഓർക്കാമല്ലോ. അപ്പൊ ഡേവിസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ പറയാം എന്താണ്? ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഇന്ത്യ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റഡ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അറിയാമോ എന്നാണെന്ന്? ഇത് നമുക്ക് 3 ഡേയ്സ് ഒരുമിച്ച് ഓർത്തിരിക്കാൻ പറ്റും. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജൂൺ 29. ഓക്കെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജൂൺ 28. ഇനി ജൂലൈ 29 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ടൈഗർ ഡേ. ഓക്കെ, ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ് ജൂലൈ 29. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 29. ഓക്കെ, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 എന്ന് പറയുമ്പോൾ നാഷണൽ സ്പോർട്സ് ഡേ ആണ് കേട്ടോ. ഓക്കെ, ഓഗസ്റ്റ് 29 എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ ആണ്. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ ആണെന്ന് ഓഗസ്റ്റ് 29. അപ്പൊ ഇത് 3 ഒരുമിച്ച് ഓർത്തിരിക്കാമല്ലോ. ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. ഓക്കെ, ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. ജൂൺ 29 ആകുമ്പോൾ പ്രത്യേകത നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ജൂലൈ 29 ആകുമ്പോൾ ഇന്റർനാഷണൽ ടൈഗർ ഡേ. ആൻഡ് ഓൾസോ ഓഗസ്റ്റ് 29 ആകുമ്പോൾ എന്താണ് പ്രത്യേകത? ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ കൂടിയാണ്. അപ്പൊ ഇത് 3 ഒരുമിച്ച് ഓർത്തിരിക്കാമല്ലോ. ജൂൺ 29 ഒരു വട്ടോടെ പറഞ്ഞിരുന്നു. ജൂൺ 29 എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ജൂലൈ 29 എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. ദെൻ അതുപോലെ ഓഗസ്റ്റ് 29 എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who among the following known as തബല മാസ്ട്രോ of the പഞ്ചാബ് ഘരാന? ഓക്കെ, തബല മാസ്ട്രോ ഓഫ് പഞ്ചാബ് ഘരാന ആരാണ്? അല്ലാരഗയാണ് അല്ലേ? ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് ആര്? സക്കീർ ഹുസൈൻ. ഹി ഈസ് ഓൾസോ പ്ലേയിങ് തബല. അപ്പൊ ഉസ്താദ് അല്ലാരഗയുടെ മകൻ ആരാണെന്ന് ഓർക്കുക? സക്കീർ ഹുസൈൻ. 2 S ഉണ്ടേ. ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് ആര്? സക്കീർ ഹുസൈൻ. ആണ് ഇത്. സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സക്കീർ ഹുസൈനും തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതില് ഓൾറെഡി ഞാൻ ആദ്യം തന്നെ ആരെ പറ്റി പറഞ്ഞിരുന്നു? പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റി പറയുന്നു. സിത്താർ പ്ലെയർ ആണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ ആണെങ്കിൽ ഷെഹനായി ആണ്. ഷെഹനായി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കർ ആണെങ്കിൽ സിത്താർ ആണ്. കുമഡിനി ലാഗിയ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, കഥക്കുമായി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഒരു കുമഡിനി ലാഗിയ. ഓക്കെ, കുമഡിനി ലാഗിയ. അതുപോലെ കൽക്ക പ്രസാദ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പേരുകളുണ്ടല്ലോ. ബിർജു മഹാരാജ്, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ്, അച്ഛൻ മഹാരാജ്. ഇവരൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതും ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പേരുകൾ സെലക്ട് ചെയ്ത് പറഞ്ഞേക്കുക. സോ അത് സ്കിപ്പ് ചെയ്യല്ലേ. കൽക്ക പ്രസാദ്, ബിർജു മഹാരാജ്, ശംഭു മഹാരാജ്, ലച്ചു മഹാരാജ് ആൻഡ് ഓൾസോ അച്ഛൻ മഹാരാജ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 8th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Who among the following dance form is not related to Karnataka? ഓക്കെ, കർണാടക എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വരാത്ത ഡാൻസ് ഫോം ഏതാണെന്ന് അറിയാമോ? ഇതില് കർണാടകയിൽ വരാത്ത ഡാൻസ് ഫോം റൗഫ് ആണ് കേട്ടോ. റൗഫ് എവിടെയാണ്? റൗഫ് ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കർണാടകയിൽ വരാത്ത ഡാൻസ് ഫോം ഏതാണ്? റൗഫ് ആണ്.
റൌഫ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജമ്മു കാശ്മീരിലാണ്. സുഗ്ഗി, കരാഗ, ഹട്ടർ ഇതൊക്കെ എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, റൌഫ് എവിടെയാണ്? ജമ്മു കാശ്മീർ. റൌഫ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എവിടെയാണിത്? ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, ദെൻ ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കർണാടക. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന അടുത്ത ഒരെണ്ണം സ്ഥലത്തിന്റെ പേര് വെച്ചിട്ട് പറയാൻ പറ്റും. പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? അതും കർണാടകയാണ്. കേൽപോത് ഫെസ്റ്റിവൽ കർണാടക. കരാഗ ഓൾറെഡി പറഞ്ഞു കർണാടകയാണെന്ന് പറഞ്ഞു. കാമ്പല ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടകയാണ് കേട്ടോ. കേൽപോത് ഫെസ്റ്റിവല് ഞാൻ ഫെസ്റ്റിവലിന് പിന്നെ എഴുതുന്നില്ല. കേൽപോത് ഫെസ്റ്റിവല്, കാമ്പല ഫെസ്റ്റിവല്, ഹംപി ഡാൻസ് ഫെസ്റ്റിവല്, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവല് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ എവിടെയാണ്? കർണാടകയിലാണ്. ഇതിൽ ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? വിജയി ഉത്സവ്. ഓക്കെ, ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയി ഉത്സവ്. ഓക്കെ, ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയി ഉത്സവ്. കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൊഡാവ കമ്മ്യൂണിറ്റി. ഓക്കെ, കേൽപോത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൊഡാവ കമ്മ്യൂണിറ്റി. കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബഫല്ലോ റേസ് ആണ് കേട്ടോ. കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബഫല്ലോ റേസ് ആണ് എന്തെന്ന് പറയുന്നത്? കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന റൌഫിനെ ആയിരുന്നു. അത് ജമ്മു കാശ്മീരിലാണെന്ന് അറിയാം. അതുകൂടാതെ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ, കേൽപോത് ഫെസ്റ്റിവൽ, കാമ്പല ഫെസ്റ്റിവൽ. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയ് ഉത്സവ്. പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്. കേൽപോത് ഫെസ്റ്റിവൽ കർണാടക, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണ് ഏത്? കൊഡാവ കമ്മ്യൂണിറ്റി. ദെൻ കാമ്പല ഫെസ്റ്റിവലും എവിടെയാണ്? കർണാടകയിലാണ്. ബഫല്ലോ റേസ്, കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫല്ലോ റേസ് ആണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ, an Indian musician credited with popularizing the ഷഹനായി. ഓക്കെ, ഷെഹനായി ഇൻസ്ട്രുമെന്റിനെ പോപ്പുലറൈസ് ആക്കുന്നതിന് മേജർ റോള് വഹിച്ച വ്യക്തിയായിരുന്നു ആര്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. അയാൾക്ക് 2001 ലഭിച്ച അവാർഡ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ കണക്റ്റഡ് ഫാക്ട് പറയുന്ന ടൈമിൽ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായി, അത് ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഓപ്ഷൻ വൈസ് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്ന വർഷമാണ് എന്ന് 2001. ഇനി ഉസ്താദ് ബിസ്മില്ല ഖാന് പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും. ഉസ്താദ് ബിസ്മില്ല ഖാന് പത്മശ്രീ ലഭിക്കുന്ന വർഷം 1961 പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 1968 പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 1980 ഓക്കെ, എന്നാണ് 1980 അപ്പോൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഷെഹനായി. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം മറക്കണ്ട, 2001 പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് ഓൾസോ പത്മവിഭൂഷൺ. 1961 പത്മശ്രീയും, 1968 പത്മഭൂഷണും, 1980 പത്മവിഭൂഷണും ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ. Which citizen of the Republic of India was awarded the Nobel Peace Prize in the year 2014? 2014 നോബൽ പീസ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അതാർക്കാണ്? ഇന്ത്യയിലാണ് കൈലാഷ് സത്യാർത്ഥി അല്ലേ. കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായി കൂടി ചേർന്നിട്ടായിരുന്നു ആ ഒരു നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2014 നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയുക ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, ഈ 2014 വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? 2014 സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2014 ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2014 അത്രയും കാര്യങ്ങൾ ഓർക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Who among the following is the highest peak of Tamil Nadu? തമിഴ്നാടിന്റെ ഹയസ്റ്റ് പീക്ക്,
തമിഴ്നാടിന്റെ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? തമിഴ്നാടിന്റെ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? തമിഴ്നാടിന്റെ ഹൈയസ്റ്റ് പീക്ക് ദൊഡ്ഡാബേട്ടയാണ് കേട്ടോ. തമിഴ്നാടിന്റെ ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക ദൊഡ്ഡാബേട്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്ക് അറിയാമോ? ആന്ധ്രാപ്രദേശ് കുറച്ച് സ്റ്റേറ്റിന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്കാണ് അർമഗോണ്ട. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്കാണ് എന്ത്? അർമഗോണ്ട. അരുണാചൽ പ്രദേശിന്റെ ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അരുണാചൽ പ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്കാണ് കാങ്ടോ. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്കാണ് കാങ്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2022 CHSL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മധ്യപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്ക്. മധ്യപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്കാണ് ഇത് ദുബ്ഘട്ട്. ഓക്കെ, മധ്യപ്രദേശിന്റെ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? ദുബ്ഘട്ട് ആണ്. ദെൻ ഓക്കെ, കർണാടകയുടെ ഹൈയസ്റ്റ് പീക്ക് നമ്മുടെ കേരളത്തിന്റെ അറിയാലോ, ആനമുടി. കർണാടകയുടെ ഹൈയസ്റ്റ് പീക്കാണ് മുല്ലയനാഗിരി. ഓക്കെ, കർണാടകയുടെ ഹൈയസ്റ്റ് പീക്കാണ് ഇത് മുല്ലയനാഗിരി. അപ്പൊ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ അർമഗോണ്ട, അരുണാചൽ പ്രദേശ് ആണെങ്കിൽ കാങ്ടോ, മധ്യപ്രദേശ് ആണെങ്കിൽ ദുബ്ഘട്ട്, ദെൻ കർണാടകയാണെങ്കിൽ മുല്ലയനാഗിരി. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എല്ലാം കൂടി പറഞ്ഞ് ടോട്ടലി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. തമിഴ്നാടിന്റെ ഹൈയസ്റ്റ് പീക്ക് ആയിരുന്നു ക്വസ്റ്റ്യൻ ദൊഡ്ഡാബേട്ട. ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ അർമഗോണ്ട, അരുണാചൽ പ്രദേശ് ആണെങ്കിൽ കാങ്ടോ, മധ്യപ്രദേശ് ആണെങ്കിൽ ദുബ്ഘട്ട്, പിന്നീട് പറഞ്ഞത് കർണാടകയാണെങ്കിൽ മുല്ലനാഗിരി. ഓർത്തിരിക്കാലോ. ദെൻ നമുക്ക് അടുത്ത 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജപർബ ഈസ് ഓൾസോ നോൺ ആസ് മിഥുന സംക്രാന്തി ഈസ് ഡാഷ് ഡേ ഫെസ്റ്റിവൽ ഓഫ് വുമൺഹുഡ് സെലിബ്രേറ്റഡ് ഇൻ ഒഡീഷ. അപ്പൊ രാജപർബ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുണ്ട്? ഒഡീഷയിലാണെന്നുണ്ട്. ഇത് എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 3 days ആണ് കേട്ടോ. രാജപർബ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒഡീഷയിൽ എത്ര ഡേയ്സ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 3 days ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെയാണ് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ഹോൺബിൽ ഫെസ്റ്റിവൽ അല്ലേ? ഹോൺബിൽ ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആണത്? 10 days ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 10 days ഫെസ്റ്റിവൽ. അതുപോലെ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ കേട്ടോ. കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ. ഓക്കെ, കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ ഒഡീഷയിലാണെന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം. ബിക്കോസ് കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷയിലാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അല്ലേ. അപ്പൊ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? ഒഡീഷ. കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ 5 days ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഓക്കെ, കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ 5 days. Which of the following temple is situated in തമിഴ്നാട്? ഓപ്ഷൻ വൈസ് നമുക്ക് എഴുതാം. തമിഴ്നാട് ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ഏതാണ്? ഷോർ ടെമ്പിൾ ആണ് കേട്ടോ. പുരി ജഗന്നാഥ് ടെമ്പിൾസ് എവിടെയാണ്? ഒഡീഷയിലാണ്. ഈ പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ഏതെന്നറിയാമോ? പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നബക്കലെ ബാര ഫെസ്റ്റിവൽ. ഓക്കെ, പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? നബക്കലെ ബാര ഫെസ്റ്റിവൽ. ഓക്കെ, പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? നബക്കലെ ബാര ഫെസ്റ്റിവൽ. ഓക്കെ, അറിയാലോ. പുരി ജഗന്നാഥ് ടെമ്പിൾ ഒഡീഷയിലാണെന്ന് അറിയാം. അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? നബക്കലെ ബാര ഫെസ്റ്റിവൽ. ഇനി കൈലാസ ടെമ്പിൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, കൈലാസ ടെമ്പിളിനെ പറ്റിയുള്ള ഫാക്റ്റുകളൊക്കെ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഷോർ ടെമ്പിൾ എവിടെയാണെന്ന് അറിയാം? തമിഴ്നാട്ടിൽ. വീരപക്ഷ ടെമ്പിൾ എവിടെയാണ്? കർണാടക. ഓക്കെ, വീരപക്ഷ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് കർണാടകയിൽ. ഈ കർണാടകയിലെ വേറെ ഏതെങ്കിലും ടെമ്പിൾ അറിയാമോ? കുറച്ചധികം ടെമ്പിൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ. എല്ലാം പലതവണയായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വീരപക്ഷ ടെമ്പിൾ ഇവിടെ ഉണ്ടല്ലോ. വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ,
വീരൂപാക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ ടെമ്പിൾ, ചെന്നകേശവ ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ. എല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോ വീരൂപാക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, ദെൻ മുരുടേശ്വർ ടെമ്പിൾ ആൻഡ് ഓൾസോ കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ. ഇതെല്ലാം എവിടെയാണ്? കർണാടകയിലാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഓക്കെ, കാരണം റിവൈസ് ചെയ്യണ്ടേ നമുക്ക് പിന്നീട്. അടുത്ത് നോക്കേ, ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഈസ് ആൻ ഐക്കോണിക് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ആ ട്രീയുടെ റൂട്ട് കൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഫോം ചെയ്തേക്കുക. അതിന് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? മേഘാലയയിലാണ് കേട്ടോ. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് മേഘാലയയാണ്. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ചെറായ് ഡിയോ മൊയ് ഡാംസ് കേട്ടോ. ചെറായ് ഡിയോ മൊയ് ഡാംസ്. ചെറായ് ഡിയോ മൊയ് ഡാംസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം മനസ്സിലായ പേര് കിട്ടിയിട്ട്? ചെറായ് ഡിയോ മൊയ് ഡാംസ് അഹോം ഡൈനാസ്റ്റിയിലെ, ഈ അഹോം ഡൈനാസ്റ്റി എവിടെയാണ്? ആസാമിലല്ലേ ചെറായ് ഡിയോ മൊയ് ഡാംസ്. അതോടെ നിൽക്കട്ടെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ അഹോം ഡൈനാസ്റ്റി, അഹോം ഡൈനാസ്റ്റി എവിടെയാണ്? ആസാമിലാണ്. ഈ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ്, ഓക്കെ, അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ് ആണ് ഇത്? ചെറായ് ഡിയോ മൊയ് ഡാംസ്. ഓക്കെ, അപ്പൊ അഹോം ഡൈനാസ്റ്റി ഏത് സ്റ്റേറ്റ് ആണ്? ആസാമാണ്. അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ് ആണ് എന്ത്? ചെറായ് ഡിയോ മൊയ് ഡാംസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൂററ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഓഫ് ഇന്ത്യ. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയാണ് ഏത്? സൂററ്റ്. ഓക്കെ, ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയാണ് ഏത്? സൂററ്റ്. ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്, പിങ്ക് സിറ്റി ജയ്പൂറും, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂറും, ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ജോധ്പൂറുമാണ് കേട്ടോ. ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ജോധ്പൂറും, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂറും. രണ്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന ഏതിനെയുമാണ്? സൂററ്റിനെയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുത്തബ് മിനാർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആർക്കിടെക്ചർ. താഴെ പറയുന്നവയിൽ കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചർ എന്താണ്? നമ്മുടെ ദശാവതാര ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ആണെങ്കിൽ അത് പഞ്ചയാതന സ്റ്റൈലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ. അപ്പൊ കുത്തബ് മിനാറിന്റെ ബേസ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. കുത്തബ് മിനാർ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൽത്തുമിഷ്. ഓക്കെ, കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുത്തബുദ്ദീൻ ഐബക്ക്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇൽത്തുമിഷ്. കുത്തബ് മിനാറിന്റെ ഫിഫ്ത്ത് സ്റ്റോറി, ഓക്കെ, കുത്തബ് മിനാറിന്റെ ഫിഫ്ത്ത് സ്റ്റോറി അല്ലെങ്കിൽ കുത്തബ് മിനാർ റീബിൽറ്റ് ചെയ്യുന്നത്, ഓക്കെ, കുത്തബ് മിനാറിന്റെ ഫിഫ്ത്ത് സ്റ്റോറി അല്ലെങ്കിൽ കുത്തബ് മിനാർ റീബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഓക്കെ, കുത്തബ് മിനാർ ഇവിടെ ഇപ്പോൾ കുത്തബ് മിനാർ നിൽക്കുവാണെങ്കിൽ കുത്തബ് മിനാറിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ടുള്ള മോണുമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് കൂവത്തുൽ ഇസ്ലാം മോസ്ക് ആണ്. കൂവത്തുൽ ഇസ്ലാം മോസ്ക് കുത്തബ് മിനാറിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ട് കാണപ്പെടുന്ന മോണുമെന്റ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. ഈ കൂവത്തുൽ ഇസ്ലാം മോസ്കും ബിൽറ്റ് ചെയ്ത ആര് തന്നെയാണ്? കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ്.
പറയുന്ന ഓരോ പോയിന്റ്സും പല പല എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂവത്തുൽ ഇസ്ലാം മോസ്ക് ബിൽറ്റ് ചെയ്ത ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72.5 അല്ലെങ്കിൽ 73 ആണ് കേട്ടോ. ഓക്കെ, കുത്തബ് മിനാറിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72.5 മീറ്റർ അല്ലെങ്കിൽ 73 മീറ്റർ ആണ് കുത്തബ് മിനാറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കുത്തബ് മിനാറിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ടുള്ള മോണുമെന്റ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറഞ്ഞു. ഈ കുത്തബ് മിനാറിന്റെയും കൂവത്തുൽ ഇസ്ലാം മോസ്കിന്റെയും രണ്ടിന്റെയും കോമൺ എൻട്രി ഗേറ്റ് ആണ് എന്ത്? അലൈ ദർവാസ. ഈ അലൈ ദർവാസ ബിൽറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് തെറ്റിപ്പോരുത്. കാരണം കുത്തബ് മിനാറും കൂവത്തുൽ ഇസ്ലാം മോസ്കും ബിൽറ്റ് ചെയ്ത് കുത്തബുദ്ദീൻ ഐബക്ക. പക്ഷെ ഇതിന്റെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള അലൈ ദർവാസ ബിൽറ്റ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജി ആണ് കേട്ടോ. ശരിക്കും കുത്തബ് മിനാറിനെ ബേസ് ചെയ്ത് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കുത്തബുദ്ദീൻ ഐബക്ക് ബിൽറ്റ് ചെയ്ത അദായ് ദിൻ കാ ജോപ്ര എന്ന് പറയുന്ന മോസ്കിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഇനി വരുന്നൊരു ക്ലാസ്സിൽ പറയാം. തൽക്കാലം എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു. കുത്തബ് മിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡൽഹിയിലാണ്. കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്യുന്നത് കുത്തബുദ്ദീൻ ഐബക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷും. ടോട്ടൽ 5 സ്റ്റോറീസ് ആണുള്ളത്. 5th സ്റ്റോറി ബിൽറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കുത്തബ് മിനാർ റീബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. കുത്തബ് മിനാറിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ടുള്ള മോണുമെന്റ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. കുത്തബ് മിനാറും കൂവത്തുൽ ഇസ്ലാം മോസ്കും രണ്ടും ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിന്റെയും കൂവത്തുൽ ഇസ്ലാം മോസ്കിന്റെയും എൻട്രി ഗേറ്റ് ആണ് അലൈ ദർവാസ. അലൈ ദർവാസ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഇനി വരാം. കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈല് എന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അടുത്തത്, ദ സാത്രിയ ഡാൻസ് ഫോം ഒറിജിനേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്? സാത്രിയ ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണ്? അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തതാണ്. സാത്രിയ ഡാൻസ് ഫോം എവിടെയാണ്? ആസാമിലാണ്. ഓക്കെ, സാത്രിയ ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാളുടെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ജതിൻ ഗോസ്വാമി. നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ അല്ലേ, ജതിൻ ഗോസ്വാമി. ഓക്കെ, ദെൻ സാത്രിയ ഡാൻസ് ഫോമിനെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണത്? 2000-ലാണ്. ഓക്കെ, അപ്പോൾ സാത്രിയ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആസാം. സാത്രിയ ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേഴ്സണിന്റെ പേര് യൂസ് ചെയ്യുന്നത് ജതിൻ ഗോസ്വാമി. ഓക്കെ, ദെൻ സാത്രിയ ഡാൻസ് ഫോമിനെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-ലാണ്, 2000-ലാണ്. സാത്രിയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സാത്രിയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാപുരുഷ ശങ്കരദേവയാണ് കേട്ടോ. സാത്രിയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാപുരുഷ ശങ്കരദേവ. ഓക്കെ, സാത്രിയ ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാപുരുഷ ശങ്കരദേവ. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. 18th question. Which Indian was awarded Nobel Prize in Physics in the year 1930? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ. 1930-ൽ ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? CV രാമനാണ്. ഓക്കെ, അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം 1998-ലാണ്. ഏത് ഫീൽഡിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എക്കണോമിക്സ് ആണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിന് ലിറ്ററേച്ചർ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം 1913-ലാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറിന് ലിറ്ററേച്ചറിലാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ലിറ്ററേച്ചർ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1913-ലാണ്. ദെൻ ഏത് ബുക്കിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി പഠിക്കുക, അല്ലെങ്കിൽ ഏത് നോവലിനാണെന്ന് വെച്ചാൽ അതുകൂടി പഠിക്കുക, ഗീതാഞ്ജലി. ഓക്കെ, അപ്പോൾ CV രാമനാണ് ഫിസിക്സിന്. ഓക്കെ, CV രാമൻ ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു ഇൻ ദ ഇയർ 1930. ഓക്കെ, ദെൻ ഓൾസോ അമർത്യ സെൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, 1998-ൽ നോബൽ പ്രൈസ് ലഭിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം 1913-ലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following is Asia's largest ഫ്രഷ് വാട്ടർ ഓക്സ്ബോ ലേക്ക്? ഏഷ്യയുടെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഓക്സ്ബോ ലേക്ക് ഏതാണെന്ന് വെച്ചാൽ അത് കൻവർ ലേക്ക് ആണ് കേട്ടോ. ഏഷ്യയുടെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഓക്സ്ബോ ലേക്ക് ഏതാണെന്ന് വെച്ചാൽ കൻവർ ലേക്ക് ആണ്.
കൻവർ ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൻവർ ലേക്ക് എവിടെയാണ്? ബീഹാറിലാണ്. ഇതുപോലെ റീസെന്റ് എക്സാമിന് ചോദിച്ചൊരു ലേക്ക് ആയിരുന്നു സൂര്യാദർ ലേക്ക് കേട്ടോ. സൂര്യാദർ ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. സൂര്യാദർ ലേക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. ഓക്കെ, അപ്പോൾ ഏഷ്യയുടെ തന്നെ ലാർജസ്റ്റ് ഓസ്മോ ലേക്ക് ഏതാണ്? അത് കൻവർ ലേക്ക്. കൻവർ ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ബീഹാറിലാണ്. ഓക്കെ, അടുത്തത് ഹവാമഹൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സിറ്റി? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഹവാമഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ് അറിയാമോ? ഹവാമഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ജയ്പൂരിലാണ് കേട്ടോ. ഹവാമഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിൽ. 2 ക്വസ്റ്റ്യൻ കൂടി ഇതിനെ ബേസ് ചെയ്യാൻ പറഞ്ഞു തരട്ടെ. ഹവാമഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹവാമഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാമഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവായ് പ്രതാപ് സിംഗ് ആണ്. ഓക്കെ, ഹവാമഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സവായ് പ്രതാപ് സിംഗ്. ഒരു തവണ എക്സാമിന് ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത് എന്ന് വെച്ചാൽ അതിന് ആൻസർ 953 ആണ് കേട്ടോ. ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത് വെച്ചാൽ അതിന് ആൻസർ 953 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ആ പറഞ്ഞ ഫാക്ട്സുകളെല്ലാം മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് കണക്റ്റഡ് ഫാക്റ്റുകളാക്കി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാപ്പി ലേണിംഗ് ടു ഓൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.